ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഈ ചാപ്റ്ററിൻ്റെ കുറേ ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഒരു 6-7 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും പ്രോബ്ലങ്ങളും ഇനി കൂടുതലായിട്ട് പ്രോബ്ലങ്ങൾ അതിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അത് അഡ്ജോയിൻ്റ് ഓഫ് എ മാട്രിക്സ് എന്നുള്ളതാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ മാട്രിക്സ്. അപ്പം അഡ്ജോയിൻ്റ് ഓഫ് എ മാട്രിക്സ് അല്ല, ശരിക്കും സ്ക്വയർ മാട്രിക്സ് ആണ്. ഓഫ് എ സ്ക്വയർ മാട്രിക്സ്. സ്ക്വയർ മാട്രിക്സ്, അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ്. നമ്മൾ കോഫാക്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് ഇഫ് A is equal to matrix Aij of order n by n, it's a square matrix, then its adjoint is denoted by adj A. It is Aij of order n by n ആണ്. അത് ഈ Aij എന്ന് പറയുന്നത് സ്മോൾ Aijയുടെ കോഫാക്ടേഴ്സാണ്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സിൽ നിന്നാണ് അഡ്ജോയിൻ്റ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഒരു സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് പരിഗണിക്കുക. A11, A12, A21, A22. നമുക്കറിയാം ഇതിൻ്റെ ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ഏതാണ്? കോഫാക്ടർ മെട്രിക്സ് ഓഫ് ക്യാപിറ്റൽ എ. അത് വളരെ എളുപ്പമാണ്. ലെറ്റർ വലുതാക്കിയത് A11, A12, A21, A22. ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ അതേതാ? A11, A12, A21, A22. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ കോഫാക്ടർ മെട്രിക്സ് എഴുതുക. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അഡ്ജോയിൻ്റാണ്. അപ്പോൾ ഇതാണ് അഡ്ജോയിൻ്റ് എന്നുള്ളതിൻ്റെ ഒരു, അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൻ്റെ ഒരു ഡെഫിനേഷൻ. അപ്പോൾ എല്ലാ സ്ക്വയർ മെട്രിക്സിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്ജോയിൻ്റ് ഉണ്ട്. അഡ്ജോയിൻ്റ് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ആ അഡ്ജോയിൻ്റ് മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ് നമ്മുടെ അഡ്ജോയിൻ്റ്. ഇനി ഇതൊരു ഓർഡർ 2 മെട്രിക്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കിത് ഒന്നുകൂടെ ചിന്തിക്കാം. അപ്പോൾ ഈ എ എന്നുള്ള സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ഇതാണ്. അതിൻ്റെ നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെ കോഫാക്ടർ എഴുതുകയാണ്. കോഫാക്ടർ ഓഫ് സ്മോൾ A11 എന്താണ്? കോഫാക്ടർ ഓഫ് സ്മോൾ A11 ഈസ് ക്യാപിറ്റൽ A11. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് ഉൾപ്പെടുന്ന റോയും കോളവും വിട്ട് കഴിഞ്ഞുള്ള സബ് ഡിറ്റർമിനൻ്റ് അതേതാണ്? A22 ആണ്. അപ്പോൾ അവിടെ ചിഹ്നം പോസിറ്റീവ് തന്നെയാണ്. ഇവിടെ 1 വന്നതുകൊണ്ട് 1 + 1 -1/2 ദാറ്റ് ഈസ് പോസിറ്റീവ്. അടുത്തത് കോഫാക്ടർ ഓഫ് സ്മോൾ A12, അത് ക്യാപിറ്റൽ A12 ആണ്. അതെന്താണ്? അത് ഉൾപ്പെടുന്ന റോയും കോളവും വിട്ട് കഴിഞ്ഞാൽ എന്ത് വരും? A21. പക്ഷേ നമ്മൾ -A21 എന്ന് എഴുതണം. കാരണം നിങ്ങൾക്കറിയാം ഇതിൻ്റെ പൊസിഷൻ 1 + 2 3 ആണ്. ഓട് വന്നാൽ സൈൻ ചേഞ്ച് ഉണ്ട്. അടുത്ത് A21 ആണ്. A21 കോഫാക്ടറിനെ നമ്മൾ ക്യാപിറ്റൽ A21 എന്ന് എഴുതും. അതെന്താണ്? അത് ഉൾപ്പെടുന്ന റോയും കോളവും വിട്ട് കഴിഞ്ഞാൽ A12 ആണ്. അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2ഉം 1ഉം ആണ്. അപ്പോൾ 2 + 1 3 ദാറ്റ് ഈസ് ഓഡ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? അപ്പോൾ A12 എന്നല്ല എഴുതേണ്ടത്, -A12. അടുത്തത് സ്മോൾ A22 കോഫാക്ടറാണ്. അത് ഉൾപ്പെടുന്ന റോയും കോളവും വിട്ട് കഴിഞ്ഞാൽ A11 പോസിറ്റീവാണ്. 2 + 2 4 ഈസ് ഈവൻ. അപ്പം നമുക്കിതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എഴുതാം. കോഫാക്ടർ മെട്രിക്സ് ഇതിനെ മെട്രിക്സ് ആക്കി എഴുതിയാൽ മതി. A22 -A21 -A12 A11. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസിനാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജോയിൻറ്റിനെ സൂചിപ്പിക്കാൻ അഡ്ജ് എന്ന അക്ഷരമാണ്. അഡ്ജ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് നോക്കുക, റോ കോളം ആക്കിയാൽ മതി.
അപ്പോൾ A22 മൈനസ് A21 മൈനസ് A12 A11 നോക്കുക. A22 മൈനസ് A21 മൈനസ് A12 A11. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഒരു വലിയൊരു ബന്ധം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടും ഒന്ന് നോക്കുക. ഇയാൾ എ ഇതായിരുന്നു നമ്മുടെ മെട്രിക്സ്. അതിൻ്റെ അഡ്ജോയിൻ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കി. A11 A22 എന്ത് സംഭവിച്ചു? അവ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തു. എന്താ ഇവിടുത്തെ ഇവിടെയായിരുന്നു A11, അതെങ്ങോട്ട് പോയി? അതിൻ്റെ അഡ്ജോയിൻ്റ് വന്നപ്പം അതിവിടേക്ക് എത്തി. A22 എന്ത് സംഭവിച്ചു? അത് A11 സ്ഥാനത്തേക്ക്. ചുരുക്കം പറഞ്ഞാൽ A11 ആൻഡ് A22 ഗെറ്റ്സ് ഇൻ്റർചേഞ്ച്ഡ് ടു ഗെറ്റ് ദി അഡ്ജോയിൻ്റ്. ഒപ്പം ഈ A12 ഈ A21 എന്ത് സംഭവിച്ചു? A12 ഒരു മൈനസ് സൈൻ കിട്ടി, A21 മൈനസ് സൈൻ കിട്ടി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണാൻ കോഫാക്ടർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് നോക്കി തന്നെ നമുക്ക് അഡ്ജോയിൻ്റ് പറയാം. എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിന് സൈൻ മാറി കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലായെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമേ ഇതുള്ളൂ. ഈ കാര്യം സ്ക്വയർ മെട്രിക്സിൻ്റെ കാര്യത്തിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് ഇതാ 8 -1 6 4. എന്താണ് ഇതിൻ്റെ അഡ്ജോയിൻറ്റ്? കോഫാക്ടർ ഒന്നും എഴുതാതെ ഈ ടെക്നിക്ക് കൂടെ എന്ത് ഇൻ്റർചേഞ്ച് ചെയ്യണം? ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പം 8ൻ്റെ സ്ഥാനത്ത് 4 ചെല്ലും, 4ൻ്റെ സ്ഥാനത്ത് 8 വരും. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിന് ചിഹ്നം മാറും. അപ്പോൾ ഇവിടെ -1 ആണ്. -1ൻ്റെ ചിഹ്നം മാറുമ്പോൾ 1 ആവും. ഇത് 6 ആണ്, അതിൻ്റെ ചിഹ്നം മാറുമ്പോൾ -6 കഴിഞ്ഞു. എന്താ അപ്പോൾ വളരെ എളുപ്പമാണ്. ഫേസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഇറ്റ് ഈസ് വെരി ഈസി ടു റൈറ്റ് ദി അഡ്ജോയിൻ്റ് യൂസിങ് ദിസ് പാറ്റേൺ. എന്താണ്? Interchange the diagonal elements of the given square matrix and change the sign of the off diagonal elements to get the adjoint of a given square matrix of order 2. അടുത്തായിട്ട് നമ്മൾ ഈ അഡ്ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. അത് ഇതാണ്: if A is any square matrix of order n, then A into adj A is equal to adj A into A is equal to determinant A into I എന്നുള്ളതാണ്. അപ്പം ഒരു സ്ക്വയർ മെട്രിക്സിനെ അതിൻ്റെ അഡ്ജോയിൻ്റ് കൊണ്ട് ഗുണിക്കുന്നത്, അതിൻ്റെ അഡ്ജോയിൻ്റ് മെട്രിക്സ് കൊണ്ട് ഗുണിക്കുന്നതും അഡ്ജോയിൻ്റ് മെട്രിക്സിനെ ആ സ്ക്വയർ മെട്രിക്സ് കൊണ്ട് ഗുണിക്കുന്നതും ഈക്വലാണ്. തന്നെയുമല്ല, അതെന്തിന് ഈക്വലാണ്? ഡിറ്റർമിനൻ്റ് എ ഐ കൊണ്ട് ഗുണിച്ചതിന് ഈക്വലാണ്. അപ്പോൾ അവിടെ ഐ എന്ന് പറയുന്നത് ഓഫ് ഓർഡർ എ ആണ്. അത് എ എന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ 2 ആണെങ്കിൽ ഐയുടെ ഓർഡർ 2 ആണ്. I2 1 0 0 1. എയുടെ ഓർഡർ 3 ആണെങ്കിൽ I3 1 0 0 0 1 0 0 0 ആണ്. അതാണ് ഇത് ഒരു വലിയൊരു പ്രൂഫ്, ഒരു തിയറമാണ്. ഇതിനൊരു വലിയ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, എന്നാൽ ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്കിത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇതൊരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സിന് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ തിയറം വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒരു ഈസിനെസ്സിന് വേണ്ടി നമുക്കൊരു സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സിൽ ഈ റിസൾട്ട് ശരിയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യും. അപ്പം നമ്മുടെ സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് പരിഗണിക്കുക. A ഈസ് ഈക്വൽ ടു മാട്രിക്സ് A11 A12 A21 A22. ഇനി നമുക്കിതിൻ്റെ അഡ്ജോയിൻ്റ് ആണ് വേണ്ടത്. അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഈ എ എന്നുള്ള മെട്രിക്സിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ക്യാപിറ്റൽ A11 ക്യാപിറ്റൽ A12 ക്യാപിറ്റൽ A21 ക്യാപിറ്റൽ A22. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് അതിൻ്റെ അഡ്ജോയിൻ്റ്. അപ്പോൾ ഞാനത് അഡ്ജോയിൻ്റ് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതുകയാണ്. A11 A12, അടുത്തത് A21 A22. ഇനി നമുക്കിതൊന്ന് ഗുണിച്ച് നോക്കാം. A ഇൻറ്റു അഡ്ജോയിൻ്റ്, A ഇൻറ്റു അഡ്ജോയിൻ്റ്, അത് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഗുണിച്ചെഴുതുക. അപ്പോൾ
മെട്രിക്സ് ഗുണിക്കാൻ നമുക്കറിയാം. ഒരു മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കൊണ്ട് ഫസ്റ്റ് കോളത്തെ ഗുണിച്ച് ആദ്യ എലമെൻറ്റ്, വീണ്ടും ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ ഗുണിച്ച് പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് ആ പാറ്റേണിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. A11 ക്യാപിറ്റൽ A11 പ്ലസ് A12 ക്യാപിറ്റൽ A12 ഉണ്ടാവും ഒരു എലമെൻറ്റ്. അടുത്തത് വീണ്ടും A11 A21 പ്ലസ് A12 A22 ഫസ്റ്റ് റോണിൽ ഗുണം. ഇനി സെക്കൻഡ് റോ A21 A11 പ്ലസ് A22 A12. അടുത്തത് A21 പ്ലസ് A22 A22. ഇതാണ് എൻ്റെ പ്രോഡക്റ്റ്. ഇനി ശ്രദ്ധിക്കുക, ഇതിലെ ആദ്യ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിനെ അതിൻ്റെ തന്നെ കോഫാക്ടർ കൊണ്ട് ഗുണിച്ച് കൂട്ടിയതാണ്. അത് നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിലെ ഒരു റോയിലെ എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ കോളത്തിലെ എലമെൻറ്റ്സിനെ അവയുടെ കോഫാക്ടർ കൊണ്ട് ഗുണിച്ച് കൂട്ടിയാൽ നമുക്ക് എപ്പോഴും ഡിറ്റർമിനൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഡിറ്റർമിനൻ്റ് എ എന്ന് എഴുതാം. ഇനി ഇത് നോക്കുക, എയിലെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് കൊണ്ട് എന്തിനെയാണ് ഗുണിച്ചത്? വേറൊരു റോയിലെ എലമെൻറ്റ്സിൻ്റെ കോഫാക്ടറിനെ. അപ്പോൾ അങ്ങനെ വന്നാൽ എപ്പോഴും അത് 0 ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്. ഒരു റോയിലെ എലമെൻറ്റ്സിനെ വേറൊരു റോയിലെ എലമെൻറ്റ്സിൻ്റെ കോഫാക്ടർ കൊണ്ട് ഗുണിച്ച് കൂട്ടിയാൽ എപ്പോഴും 0 ആയിരിക്കും. അടുത്ത ഇതും അതുപോലെ തന്നെയാണ്. A21 A22, അതായത് സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിന് വേറൊരു റോയിലെ കോഫാക്ടർ കൊണ്ട് ഗുണിച്ച് കൂട്ടി അതും 0 ആയിരിക്കും. ഇതൊന്ന് നോക്കുക, A21 പ്ലസ് A22 A22. അതെന്തായിരിക്കും? അതും ഡിറ്റർമിൻ്റ് ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സഫിക്സുകൾ സെയിം ആണെങ്കിൽ ഡിറ്റർമിൻ്റ്. ഇവിടെ നോക്കുക, സഫിക്സുകൾ 11 11 12 12 ഉണ്ടാവും. 21 21 22 22. ബാക്കി എല്ലായിടത്തും സഫിക്സുകൾക്ക് ചേഞ്ച് ഉണ്ട്, അതെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരും. ഇതൊരു മെട്രിക്സാണ്. അപ്പോൾ ഈ മെട്രിക്സിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ്റ് എടുക്കാം. ഡിറ്റർമിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താവും? ഇത് 1 0 0 1. അപ്പോൾ ഈ മെട്രിക്സ് ഐ അല്ലേ? ഇറ്റ് ഈസ് ഡിറ്റർമിൻ്റ് എ ഇൻറ്റു ഐ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ ഇൻറ്റു അഡ്ജോയിൻ്റ് നമുക്ക് എന്തെന്ന് കിട്ടി? ഡിറ്റർമിൻ്റ് എ ഇൻറ്റു ഐ. ഇതുപോലെ തിരിച്ചു ഗുണിച്ചാലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഡിറ്റർമിൻ്റ് എ ഇൻറ്റു ഐ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിൻ്റ് എ ഇൻറ്റു ഐ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഇതുപയോഗിച്ച് നമ്മൾ ധാരാളം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ റിസൾട്ട് തന്നെ ഒരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സിനാണ് വെരിഫൈ ചെയ്തിരിക്കുന്നത്. ഞാനിത് സെക്കൻഡ് ഓർഡറിലേക്ക് മാറ്റാൻ കാരണം നമ്മുടെ ഈ ബോർഡിൻ്റെ സ്ഥലപരിമിതി കൊണ്ടാണ്. വലിയ ബോർഡാണെങ്കിൽ നമുക്കിത് ഗുണിച്ചൊക്കെ വളരെ വിശദമായിട്ട് എഴുതാൻ സാധിക്കും. അത് കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം മതിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിസസ്. സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിസസ് വളരെ സിമ്പിളായൊരു ഡെഫിനിഷനാണ്. ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആവുക എന്നാണ്. അപ്പോൾ എ എന്നുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 1 3 7 6, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണ്? നമുക്കെല്ലാം അറിയാം. ഡിറ്റർമിനൻറ്റ് 1 3 7 6. ഇത് വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 മൈനസ് 21 6 മൈനസ് 21 ഈക്വൽ ടു -15. then that is not equal to 0. അപ്പോൾ ഇത് നോൺ സിംഗുലർ ആണെന്നാണ്. അതായത് ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് നോൺ 0 കിട്ടിയത് കൊണ്ട് ഇത് നോൺ സിംഗുലർ. അപ്പോൾ സിംഗുലർ ആവണേ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് വാല്യൂ 0 കിട്ടുന്ന സ്ക്വയർ മെട്രിക്സ് എല്ലാം സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു മെട്രിക്സിനെ നോക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 4 6. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കിയാൽ ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2 3 4 6. ഇത് വാല്യൂവേറ്റ് ചെയ്യാൻ എന്ത് കിട്ടും? 6 × 2 12 മൈനസ് 4 × 3 12 12 മൈനസ് 12 0. അപ്പോൾ ഇവിടെ എന്താണ്? ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 0. സോ ദിസ് മെട്രിക്സ് ഈസ് സിംഗുലർ. ഇൻ ദ പ്രീവിയസ് കേസ് ദിസ് മെട്രിക്സ് ഈസ് നോൺ സിംഗുലർ. ഇതാണ് സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സസ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്
നോൺ സിംഗുലർ മെട്രിക്സിനെ കുറിച്ചാണ്. അതായത് ഡിറ്റർമിനൻ്റ് വാല്യൂ ഓഫ് ദ മെട്രിക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന മെട്രിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ ആ കാര്യമാണ് നമ്മുടെ പഠനത്തിൽ വിഷയമാകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിസൾട്ട് ഇങ്ങനെയുണ്ട്. എയും ബിയും നോൺ സിംഗുലർ മെട്രിക്സസ് ആണ് ഓഫ് ദ സെയിം ഓർഡർ. എയും ബിയും സെയിം ഓർഡറിലുള്ള നോൺ സിംഗുലർ മെട്രിക്സസ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റായ എ ബിയും അതേ ഓർഡറിലുള്ള നോൺ സിംഗുലർ മെട്രിക്സസ് ആയിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഇഫ് എ ആൻഡ് ബി ആർ ടു നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് ദ സെയിം ഓർഡർ then their product AB is also non-singular. ഇനിയും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിയറവും നമുക്ക് പറയാം. എൻ്റെ പ്രൂഫ് വിശദമാക്കേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ്, ഇഫ് എ ആൻഡ് ബി ആർ ടു നോൺ സിംഗുലർ മെട്രിക്സസ് then determinant of AB is equal to determinant A into determinant B. അതായത് എയും ബിയും നോൺ സിംഗുലർ മെട്രിക്സസ് ആണെങ്കിൽ എ ബി എന്ന പ്രോഡക്റ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മെട്രിക്സസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂവിൻ്റെ പ്രോഡക്റ്റിന് തുല്യമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നോട് പറയുന്നു, ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിക്സസ് then determinant of AB is equal to determinant A into determinant B. ഇനിയും അഡ്ജോയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ടാണ്. പലപ്പോഴും പല പ്രോബ്ലങ്ങളിൽ നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മുമ്പേ കണ്ടതാണ്, അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. അപ്പം ഇത് ഏത് ഓർഡർ ആണെന്നുള്ളത് എ നിശ്ചയിച്ചാണ്. എ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഐ സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഇത് നമുക്കറിയാം. അപ്പം കൺസിഡർ എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് രീതി നമുക്ക് എഴുതാം? അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്നുള്ളിടത്ത് നമ്മൾ എന്തെഴുതും? 1 0 0 0 1 0 0 0 1. ഇതാണല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ വീണ്ടും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഈ ഡിറ്റർമിനൻ്റ് നമുക്ക് ഈ മെട്രിക്സിനകത്ത് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് എ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അഡ്ജോയിൻ്റ് എയും എയും തമ്മിൽ ഗുണിച്ച് ഇതാണ് കിട്ടുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം തന്നെയാണ്. ഇനി ഇവയുടെ ഡിറ്റർമിനൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. then what is this adjoint A into A? ഉണ്ടോ? രണ്ട് വശം ഡിറ്റർമിനൻ്റ് എടുക്കുക, രണ്ടിൻ്റെയും ഡിറ്റർമിനൻ്റ് എടുക്കുക. അഡ്ജോയിൻ്റ് എ ഇൻറ്റു എയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഡിറ്റർമിനൻ്റ് ഓഫ് ഡിറ്റർമിനൻ്റ് എ 0 0 0 ഡിറ്റർമിനൻ്റ് എ 0 0 0 ഡിറ്റർമിനൻ്റ് എ. ഇതാണ്. ഇനി അഡ്ജോയിൻ്റ് എയും എയും ഒരേ ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത്? ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് ദ സെയിം ഓർഡർ then determinant of AB is equal to determinant of A into determinant of B. അത് ഉപയോഗിച്ച് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് adjoint A into determinant of A. Determinant of adjoint A into determinant of A is equal to ഈ ഡിറ്റർമിനൻറ്റിന് എന്താ കോമൺ എടുക്കാം? ഫസ്റ്റ് റോയിൽ നിന്ന് ഡിറ്റർമിനൻ്റ് എടുക്കാം, സെക്കൻഡ് റോയിൽ നിന്ന് ഡിറ്റർമിനൻ്റ് എടുക്കാം, തേർഡ് റോയിൽ നിന്ന് ഡിറ്റർമിനൻ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിറ്റർമിനൻ്റ് എത്ര പ്രാവശ്യം എടുത്തു? 1 2 3 പ്രാവശ്യം. ഒന്നുകിൽ ഫസ്റ്റ് കോളത്തിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ സെക്കൻഡ് കോളത്തിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ തേർഡ് കോളത്തിൽ നിന്ന് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഫസ്റ്റ് റോയിൽ നിന്ന് എടുത്തു, സെക്കൻഡ് റോയിൽ നിന്ന് എടുത്ത്. അപ്പം എത്ര പ്രാവശ്യം എടുത്തു? 3 പ്രാവശ്യം. അപ്പം ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ റൈസ് ടു 3 എന്നാണ്. ഡിറ്റർമിനൻ്റ് എ റൈസ് ടു 3. അത് കഴിഞ്ഞ് ഇവിടെ എന്താ ഉള്ളത്? 1 0 0 0 1 0 0 0 1. ആ ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്.
ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഒരെണ്ണം രണ്ട് വശത്തൊന്നും ക്യാൻസൽ ആയി പോകും. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഈ ഡിറ്റർമിനൻ്റ് എയും ഇതിൽ നിന്നൊരു ഡിറ്റർമിനൻ്റ് എയും ക്യാൻസൽ ആയി കഴിഞ്ഞ് ഡിറ്റർമിനൻ്റ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതൊരു യൂണിറ്റ് മെട്രിക്സ് ആയിരുന്നല്ലോ. യൂണിറ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എപ്പോഴും എന്താണ് 1 ആണ്. ഇൻറ്റു 1 ഡിറ്റർമിനൻ്റ് ഈസ് എ റിയൽ നമ്പർ. So its square is a real number and it is multiplied by 1, that also is a real number. So finally we are getting determinant of adjoint A is equal to determinant A squared എന്ന് കിട്ടും. അപ്പം നമ്മളെടുത്ത എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ 3 ആയിരുന്നു. അത് വെച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എവിടെ വന്ന് എത്തി നോക്കി, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഹോൾ സ്ക്വയർ ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. അപ്പോൾ 3 ആയപ്പോൾ ഡിറ്റർമിനൻ്റ് എയുടെ പവർ 3യേക്കാൾ 1 കുറഞ്ഞു. ഇതിനെ ജനറലൈസ് ചെയ്താൽ എന്ത് വരും? ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then determinant of adjoint A is equal to determinant A raised to what? ഓർഡറിനൊക്കെ 1 കുറയും, n മൈനസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് A is equal to determinant A raised to n minus 1.